വളരെ നിഷ്കളങ്കനായ ഒരു വ്യക്തിയെക്കുറിച്ച് ഇത്രത്തോളം ഒന്ന് അപവാദം പറയരുത്. കാര്യം പത്മശ്രീ പോലുള്ള വലിയ പുരസ്കാരം നേടിയ നടനാണ് ജയറാം. ജയറാമേട്ടനോടൊപ്പമാണ് ഞാൻ. ശുദ്ധരിൽ ശുദ്ധനാണ് ജയറാമേട്ടൻ. എന്താ സംശയം? സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. അദ്ദേഹത്തിൻ്റെ ആ വിനയം കണ്ടില്ലേ? ആ വിനയത്തിൻ്റെ ഒരു അംശം നിങ്ങളിലോ എന്നിലോ ഒക്കെ ഉണ്ടോ? ഇത്ര വിനയത്തോടുകൂടി എളിമയോടുകൂടി സംസാരിക്കുന്ന പെരുമാറുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് അദ്ദേഹം ആകെ ചെയ്ത ഒരു തെറ്റ് എന്താണ്? അത് തെറ്റ് തന്നെയാണോ? ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ച് അദ്ദേഹം ഒരു പൂജ അങ്ങ് നടത്തി. അതിലിപ്പോൾ എന്താണ് ഇത്ര കുറ്റം പറയാൻ? വിശ്വാസിയായ ഒരാൾ ചെയ്യുന്ന കാര്യമല്ലേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. എന്നിട്ടിപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതേ ഉള്ളൂ. സകല സോഷ്യൽ മീഡിയ വെട്ടുകിളി കൂട്ടങ്ങളും അദ്ദേഹത്തെ കൊത്തിക്കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. എന്നിട്ടും നോക്കൂ, അദ്ദേഹത്തിൻ്റെ ആ പുഞ്ചിരി, ആ നറു പുഞ്ചിരി, ആ പുഞ്ചിരിയോടുകൂടി നിങ്ങൾക്കൊക്കെ ബൈറ്റ് തന്നില്ലേ മാപ്രകളെ? എന്നിട്ട് ലേശം ഉളുപ്പുണ്ടോ അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പറയാനായിട്ട്? നോക്കൂ, അദ്ദേഹം എന്താണ് ആ പറഞ്ഞത് എന്ന്. നടന്നിട്ടുണ്ടെങ്കിൽ അത് 100% വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളവരെ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഓരോ മലയാളിയും ബാധ്യസ്ഥനാണ്. ആ ഒരു മലയാളിയുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ് ഞാൻ. അതെ, അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം തീർത്ത് പറയുകയാണ്, ശബരിമലയിൽ സ്കാം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ സത്യം വെളിച്ചത്ത് വരണം. അദ്ദേഹം എത്രയോ വർഷം, 50 വർഷമായിട്ട് അയ്യനെ കാണാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള അപവാദങ്ങൾ പറയരുത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആ സത്യം പുറത്തു വരട്ടെ, അതാഗ്രഹിക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിലാണ് ഞാനും. ഇത്രയും ശുദ്ധരിൽ ശുദ്ധരായിട്ടുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് അപവാദം പറയാൻ മലയാളികളെ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്തായാലും അദ്ദേഹത്തിനൊപ്പമാണ്. ഞാൻ ജയറാമേട്ടനൊപ്പമാണ്. പലർക്കും ഒപ്പം എന്ന് പറഞ്ഞ് പലരും ഹാഷ്ടാഗൊക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇദ്ദേഹത്തെ വെറുതെ ഇങ്ങ് ക്രൂശിക്കുമ്പോൾ അത് കണ്ണു അടച്ചങ്ങ് കണ്ടുകൊണ്ടേ നിൽക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നോക്കൂ, എന്നിട്ടും അദ്ദേഹം മര്യാദ കാണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ വിനയം നിങ്ങൾ പ്രത്യേകം എടുത്ത് കാണണം, കണ്ടു നോക്കണം, പഠിക്കണം. അദ്ദേഹം ചോദിക്കുന്ന കേട്ടോ, എത്ര വിനയത്തോടു കൂടി പറയട്ടെ ബാക്കി. ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രശസ്തൻ നിങ്ങൾക്കൊക്കെ ബൈറ്റ് തന്നിട്ടുണ്ടോ? കാളമൂത്രം പോലെ ഇങ്ങനെ ഷെറെന്ന് പറഞ്ഞിട്ട് അങ്ങ് തള്ളിപ്പോകും. അദ്ദേഹം അങ്ങനെയൊന്നുമല്ല ചെയ്തത്. ജയറാമേട്ടൻ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങളൊന്ന് കേൾക്കാമോ? അച്ചോടാ പാവം, ഇങ്ങനെ അല്ലാണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നത്? ഇത്രയും ഒരു നിഷ്കുവായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ആ നിഷ്കുവായതുകൊണ്ടാണ് പോറ്റി വന്ന് ചോദിച്ചപ്പോൾ തന്നെ അയ്യൻ്റെ ശ്രീകോവിലുള്ള ആ പാളികൾ കൊണ്ടുവന്ന് പൂജ നടത്തണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ആ ശുദ്ധ മനസ്സായതുകൊണ്ടാണ്. നമ്മൾ പറയാറില്ലേ, പട്ടരിൽ പൊട്ടരില്ല എന്ന്. പൊട്ടനാണോ, പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? അതൊക്കെ വേറെ അല്ല, ഒരിക്കലുമല്ല. അദ്ദേഹം അങ്ങനെ അഭിനയിക്കാനുള്ള വഴിയൊന്നും കാണുന്നില്ല. എന്തായാലും പട്ടരിൽ പൊട്ടനില്ല എന്ന് പറയുന്നത് കൊണ്ട് അദ്ദേഹം പോറ്റിയെ വിശ്വസിച്ചു. പോറ്റി വേറൊരു പട്ടരാണല്ലോ. അപ്പോൾ ഒരു പട്ടർ പറയുന്നത് മറ്റൊരു പട്ടർ വിശ്വസിച്ചു. അതിൽ തെറ്റ് പറയാൻ പറ്റും? ഒരിക്കലുമില്ല. അങ്ങനെ ആ പാളികൾ വീട്ടിലെത്തിച്ച് അദ്ദേഹം കൃത്യമായി പൂജയൊക്കെ നടത്തുന്നു. ഏതാണ്ട് 100-150 രൂപ എങ്ങാണ്ടോ ദക്ഷിണയും കൊടുക്കുന്നു പോറ്റിക്ക്. അദ്ദേഹത്തിന് അത്രയൊക്കെ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ ആ ഒരു വിനയം, അതിവിനയം, അതൊന്ന് നിങ്ങൾ കണ്ടു പഠിക്കണം. നിങ്ങൾക്കോ എനിക്കോ ഒക്കെ ഇത്ര വിനയമുണ്ടോ? അപ്പോൾ ഒരാൾ കാണിക്കുമ്പോൾ നമ്മൾ അതിലൊരു ദുഷ്ട മനസ്സോടുകൂടി കാര്യങ്ങളെ നോക്കി കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന് ആ വിനയം കാരണം അദ്ദേഹം ആ ദക്ഷിണയും കൊടുത്ത് അദ്ദേഹം ആ പൂജയും നടത്തി എല്ലാം മനോഹരമായിട്ട്
അദ്ദേഹം തന്നെ പറയുന്ന രീതിയിലാണെങ്കിൽ നല്ല പര്യവസാനിച്ചു. ഏറ്റവും ഒടുവിൽ പറഞ്ഞതാണ് പര്യവസാനിച്ചു നന്നായിട്ട്. ഏത് ശബരിമല വിഷയം നല്ല രീതിയിൽ പര്യവസാനിച്ചു എന്ന്. ആ പറഞ്ഞതിൽ ജയറാമേട്ട എനിക്ക് കുറച്ച് വിഷമമുണ്ട്. കാരണം ഞങ്ങളുടെ മുഖ്യൻ്റെ നെഞ്ചത്തിട്ട് ഇങ്ങനെ കുത്തരുതായിരുന്നു. ശബരിമലയിലെ കക്കലും മൂട്ടിക്കലും ഒക്കെ കഴിഞ്ഞു വന്നപ്പോൾ നല്ല രീതിയിലാണ് ഇത് പര്യവസാനിച്ചത് എന്നുകൂടി പറയുമ്പോൾ മുഖ്യൻ്റെ നെഞ്ചത്ത് കൊള്ളത്തില്ലേ? ഞങ്ങളുടെ മുഖ്യൻ ഇതൊന്നും ചെയ്യുന്ന ഒരു മനുഷ്യനല്ല. അദ്ദേഹം നിങ്ങളെപ്പോലെ തന്നെ ഒരു ശുദ്ധനായ മനുഷ്യനാണ്. എന്നിട്ട് അദ്ദേഹം കൃത്യമായിട്ട് നിങ്ങളോടൊക്കെ കാര്യങ്ങൾ പറയുകയാണ്. പൂജ കാര്യങ്ങൾ എന്താ ജയറാമേട്ട ഒന്നും കൂടി അവർക്ക് പറഞ്ഞു കൊടുത്തേ. 38 വർഷക്കാലം കേരളത്തിനകത്തും പുറത്തുമുള്ള എത്രയോ ക്ഷേത്രങ്ങളിൽ പലതരത്തിലുള്ള പൂജ അല്ലെങ്കിൽ ആനയെ നടക്കരുത്, അതായത് ക്ഷേത്രങ്ങളിൽ പൂജ, പിന്നെ ഈ നടക്കിരുത്തൽ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ആനക്കൊട്ടിൽ സമർപ്പണം, നട സമർപ്പണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൂജ കാര്യങ്ങൾ, ഇതിനൊക്കെ ആദ്യം ക്ഷണിക്കുന്നത് തന്നെയാണ്. ഞാൻ കഴിവതും അതായത് ഈ ആനയെ നടക്കിരുത്തൽ, പിന്നെ പൂജ, ബാക്കിയുള്ള കാര്യങ്ങൾ, കുണസ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഒരു അമിത വിശ്വാസി ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം വിശ്വാസി ആയതുകൊണ്ടായിരിക്കാം എല്ലാവരും വിളിക്കുക. അപ്പോൾ അദ്ദേഹം പോകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതിനെ വിളിക്കുന്നിടത്തൊക്കെ പോകണമെന്നുണ്ടോ? ഇല്ല, പോകണമെന്നില്ല. അത് നിങ്ങളുടെ മനസ്സിൻ്റെ വിനയവും നന്മയും ഒക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ അവിടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു സ്വീകാര്യത ആസ്വദിക്കുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു നന്മ അനുസരിച്ചിരിക്കും. നിങ്ങളുടെ മനസ്സിന് നന്മയില്ലാത്തതുകൊണ്ട് ജയറാമേട്ടനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വർത്തമാനം ഉണ്ടല്ലോ, മേളത്തിൻ്റെ കാര്യം. അദ്ദേഹം ഒരു അസാധ്യ മേള വിദഗ്ധനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എല്ലാവരും ഉത്സവ സീസൺ ആകുമ്പോഴേക്കും വിളിക്കുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള മേള വിദഗ്ധന്മാരായിട്ടുള്ള യുവാക്കൾക്ക് കയറി വരാൻ ഒരു അവസരം കൊടുക്കരുത് എന്നുള്ള ഒരു വിചാരവും അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ല. അദ്ദേഹത്തിൻ്റെ മേളം കാണുമ്പോൾ നമ്മൾ ആ മേളമല്ല കാണുന്നത്, അദ്ദേഹത്തെ നമ്മളുടെ വീഡിയോയിൽ മുഴുവനും, സ്ക്രീനിൽ മുഴുവനും അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലോസപ്പ് ഷോട്ട് ഉണ്ടല്ലോ, അദ്ദേഹം ആ ചെണ്ടയിൽ ഇങ്ങനെ പെരുക്കുന്നതും ഒക്കെ ആയിട്ട് അങ്ങ് കാണിക്കുക. അപ്പം നമ്മൾക്കിങ്ങനെ ഉള്ളിൽ നിന്നൊരു വരവുണ്ട്, എന്താ പറയുക, രോജാമം വരും. ആ രോജാമം വന്ന് ധൃതംഗ പുളകിതരായിട്ട് നമ്മൾ ഇരിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ മാപ്രകളും എത്തിക്കും. ഈ പറയുന്നതൊന്നും ഒരു തെറ്റായിട്ട് ആരും കാണരുത്. എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു കാര്യം മനസ്സിലാകാത്തത് എന്നുള്ളതാണ്. അതായത് ജയറാമേട്ടൻ്റെ അടുത്ത് പോറ്റി പറയുകയാണ്, നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഒരു പട്ടരാണ് മറ്റൊരു പട്ടരുടെ അടുത്ത് പറയുകയാണ്, ഇങ്ങനെ അയ്യപ്പൻ്റെ മൂപ്പറുടെ ആ പാളിയൊക്കെ ഉണ്ടല്ലോ, അതെൻ്റെ കയ്യിലുണ്ട്, അത് പൂജ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും എന്ന്. ആ പൂജ ചെയ്യാം, എൻ്റെ വീട്ടിൽ കുറച്ച് ഐശ്വര്യം കൂടിപ്പോയതുകൊണ്ട് നിങ്ങൾക്ക് എന്നാന്നേ ഇത്ര കണ്ണുകടി എന്ന് വിചാരിച്ചിട്ടായിരിക്കും അദ്ദേഹം വന്ന്. പക്ഷേ നമ്മളൊക്കെ ആണെങ്കിൽ ചിന്തിക്കും, അതായത് അങ്ങനെയുള്ളൊരു സാധനം അത്ര പവിത്രമായിട്ട് അങ്ങനെ ശ്രീകോവിലൊക്കെ ഉള്ളൊരു സംഭവം എങ്ങനെയാണ് ഇളക്കിയെടുത്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. അത് നമുക്ക് ദുഷ്ടബുദ്ധി ഉള്ളത് കൊണ്ടാണ് നമ്മളത് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നിങ്ങൾക്കും എനിക്കൊക്കെ അത്തരത്തിലൊരു ദുഷ്ടബുദ്ധി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചുഴിഞ്ഞിട്ടൊക്കെ ആലോചിക്കേണ്ടത്. ഇത് ചുഴിയേണ്ട നേരെയുള്ളതാണെന്നല്ലേ പറഞ്ഞത്, നേരെയുള്ളതൊന്നുമല്ല. ഇത് ചുഴിഞ്ഞ് 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 ചിന്തിക്കുന്നതിൻ്റെ മലയാളിയുടെ ആ തനി സ്വഭാവം ഉണ്ടല്ലോ, നമ്മൾ പറയുക തനി കൊണം, ആ കൊണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അല്ലാതെ അദ്ദേഹം ഒരിക്കലും ഒരു നേരെ പോവും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞതിൻ്റെ കാര്യത്തിലാണ് അദ്ദേഹം ആ ഒരു പൂജ അവിടെ നടത്തിയത്. അല്ലാതെ അദ്ദേഹവുമായിട്ട് ഈ ഒരു കാര്യങ്ങൾക്ക്, അതായത് ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുവന്നതോ പൂജയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് യാതൊരു കാര്യങ്ങളുമില്ല എന്നുള്ളതാണ് അദ്ദേഹം അവിടെ ബോധ്യപ്പെടുത്താനായിട്ട് വന്നത്. അതിനെ നിങ്ങളെല്ലാവരും കൂടെ ഈ സോഷ്യൽ മീഡിയയിലിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ തേജോവധം ചെയ്യുന്നത് കഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഒരു മനുഷ്യനെ തേജോവധം ചെയ്യാമോ? കണ്ടു പഠിക്കണം. ഞാൻ വീണ്ടും പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു അതിവിനയമുണ്ടല്ലോ, അതൊന്ന് കണ്ടു പഠിക്കണം. എന്നാലെങ്കിലും ഒരല്പം നമുക്ക് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലെങ്കിൽ നമ്മളത് കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ട്.
ഒരിക്കലും ഒരു മനുഷ്യനെയും ഇങ്ങനെ ചെയ്യരുത്. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ജയറാമേട്ടന് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻസ്, അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് അന്വേഷണ സംഘത്തിനൊക്കെ ഉപകാരപ്പെടുമെന്നുള്ള ആ ഒരു നല്ല മനസ്സുകൊണ്ട് അദ്ദേഹം അവിടെ വന്നതാണ്. അതിനെ വളച്ചൊടിക്കരുത്. വീണ്ടും പറയുന്നു, വളച്ചൊടിക്കരുത്. ജയറാമേട്ടനൊപ്പം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സഹകരണങ്ങൾക്കും നന്ദി പറയുകയാണ്. നിങ്ങളുടെ സഹകരണം ഇനിയും ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിന് മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓരോ വീഡിയോസും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ ആ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകളും അടയാളപ്പെടുത്തുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഞെക്കിയേക്കുക.